തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വൻ സംഘർഷം. നിയമസഭാ മാർച്ച് അക്രമാസക്തമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് വാഹനത്തിന് നേരെ കല്ലേറും ഉണ്ടായി. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? വലിയൊരു സമരത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പോലീസും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളുള്ളത്. പ്രധാനമായും ടിയർ ഗ്യാസ് ഉൾപ്പെടെ ഇറങ്ങി പ്രവർത്തകരെ മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ നഗരം മുഴുവൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള കയ്യേറ്റത്തിലേക്കുള്ള ഒരു ശ്രമത്തിലേക്കുള്ള ഒരു ദൃശ്യം തന്നെയാണ് രോഹിണി നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. സമരം ചെയ്ത ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചില വാക്കേറ്റം ഉണ്ടാവുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 8 തവണയോളം ജലപീരങ്കി പ്രയോഗം നടത്തിയത്. അതിനുശേഷമാണ് ഗ്രനേഡ് പ്രയോഗിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെയും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പോലീസുമായി കയർക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് കണ്ടത്. അത്തരത്തിൽ വലിയ രീതിയിൽ അക്രമാസക്തമായ ഒരു സമരത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും നേതാക്കന്മാരൊക്കെ തന്നെയും പ്രവർത്തകരോട് റോഡിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ പോലീസുകാർക്ക് നേരെ ഇത്തരത്തിലൊരു ശ്രമത്തിലേക്ക്, അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ സമരം തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇന്നത്തെ ഈ സമരത്തിൽ റിപ്പോർട്ട് പ്രതിഷേധം മാത്രമാണ് അവിടെ പര്യവസാനിക്കുന്നത്. ബാക്കി സമരങ്ങൾ ദിസ്ന, സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണോ? എന്താണ് പ്രവർത്തകർ പറയുന്നത്, പ്രതികരിക്കുന്നത്? സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നമുക്ക് പ്രതികരണത്തിലേക്ക് കടക്കാവുന്നതാണ് രോഹിണി. അത് തന്നെയാണ് പറയുന്നത്. ഈ തിരുവനന്തപുരം നഗരം ചുറ്റിക്കൊണ്ട് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് സമാധാനപരമായാണ് സമരം നടത്തിയത്. ആ സമരത്തിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പോലീസുകാരുടെ ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ വലിയൊരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സമരം തുടരും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. രോഹിണി. ശരി ദിസ്ന, തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വൻ സംഘർഷം. നിയമസഭാ മാർച്ച് അക്രമാസക്തമായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.